Yo. വെൽക്കം ബാക്ക് ടു സൂപ്പ് ഗെയിമിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് പാൾമറിൻ്റെ റിവ്യൂ ആണ്. ഓക്കെ, റിവ്യൂ അല്ല, ഒരു ഫസ്റ്റ് ഇംപ്രഷൻ പോലത്തെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചേക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സെർജിനോട് ഫസ്റ്റ് ഇംപ്രഷൻ ചെയ്തുകൊണ്ട് ഇപ്പോൾ കാണാത്തവരാണ് കയറി കാണാം. ഓക്കെ, അപ്പോൾ ഓപ്പോണ്ട് വന്നുകൊണ്ട് ഫസ്റ്റ് ഇംപ്രഷൻ ചെയ്യാമെന്ന് വിചാരിച്ചേക്കാണ്. ഓക്കെ, അപ്പോൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, എന്തായാലും ഓപ്പോണ്ട് വന്നുകൊണ്ട് നമ്മളൊരു ചെറിയ സ്ക്വാഡ് ഉണ്ടോ. ഞാൻ പാൾമർ ഇട്ടേക്കണത് ഒരു സെക്കൻഡ് സ്ട്രൈക്കറായിട്ടാണ്, ഒരു SS ആയിട്ടാണ് ഇട്ടേക്കണത്. കാരണം AMF ഇട്ടിട്ട് AMF എൻ്റെ ഒരു പ്ലേയേഴ്സ് ഉണ്ട്. കാരണം AMF ഇടണില്ല, ഒരു ആൾ സെക്കൻഡ് സ്ട്രൈക്കിളും കളിക്കും, CFും കളിക്കും, AMFും കളിക്കും. ഞാനൊരു SS ആയിട്ടാണ് ഇപ്പോൾ ഇട്ടേക്കണത്. ഓക്കെ, അതായത് നമുക്ക് ഓപ്പോണൻറ്റ് ഡിവിഷൻ 2-ലാട്ടോ, സാധാ ഓൺലൈൻ മാച്ചൊന്നുമല്ല, ഡിവിഷൻ 2 ആണ്. ഓക്കെ, അത് നമ്മൾ ഓപ്പോണൻറ്റ് പാൾമറാണ്. ഓക്കെ, ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ്. അപ്പോൾ അത്യാവശ്യം സ്റ്റാറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട്, അത് കാരണം സൈൻ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം സ്റ്റാറ്റ്സ് കൊടുത്തുകൊണ്ടാണ് ഞാൻ സൈൻ ചെയ്തത്. ഓക്കെ, നമുക്ക് ഓപ്പോണൻറ്റ് നോക്കിയേക്കാം. ഡബിൾ ബൂസ്റ്റർ ഇൻസാക്കിയൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല സ്ക്വാഡാണ്. ഓക്കെ, അത്യാവശ്യം നമ്മളെ ഈ സ്ക്വാഡാണ്. ഓക്കെ, നമ്മുടെ കുഴപ്പമില്ലാത്ത സ്ക്വാഡ് വെച്ചാണ് നമ്മൾ ഇറങ്ങുന്നത്. ഓക്കെ, നമുക്ക് നേരെ മാച്ചിലോട്ട് പോകും. ഓക്കെ, നമ്മുടെ മാച്ച് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ മാച്ച് എങ്ങനെയാണ് പാൾമർ കളിക്കുന്നത് നമുക്കറിയില്ല, എന്തായാലും കളിപ്പിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ മാച്ചിൽ തോറ്റാലും ജയിച്ചാലും നമ്മൾ ഇടുന്നതായിരിക്കും, കാരണം ഫസ്റ്റ് ഇംപ്രഷൻ ആണല്ലോ, അല്ലാണ്ട് പ്ലെയർ റിവ്യൂവും മറ്റൊന്നല്ലല്ലോ. ഓക്കെ, നമ്മുടെ അവന്മാരെ ടച്ചാണ് വെക്കുമ്പോൾ കാർലോസ് വെക്കുമ്പോൾ. ഓക്കെ, എംബാപ്പെ പാൾമർ അത്യാവശ്യം ഓടി കളിക്കാൻ തോന്നുന്നു. ഓക്കെ, എംബാപ്പെ ഇപ്പോൾ കിട്ടിയേനെ. ഓക്കെ, വെക്കാം ടു ഗാഡിയോള, നമുക്ക് പന്ത് തന്നില്ലല്ലോ അവന്മാർ. കാർലോസ് ഓക്കെ എടുക്കുക. ഓക്കെ, ഓടി എടുത്തുണ്ട്. പാൾമർ ഓടുണ്ട്, പാൾമർക്ക് വെച്ച് നോക്കാം. ഓക്കെ, ഗ്രീസ്മാൻ ടു പാൾമർ, കയറൂ. ഇല്ല കയറിയില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ മാക്സിമം പാൾമർ വെച്ചാണ് അടിക്കാൻ നോക്കുന്നത്. ഓക്കെ, ലോങ് ഷോട്ടും അല്ലാത്തതൊക്കെ ഞാൻ പാൾമർ വെച്ചാണ് അടിക്കാൻ നോക്കുന്നത്. അസിസ്റ്റൊക്കെ കയറിയേനെ. ഓക്കെ, അസിസ്റ്റൊക്കെ പാൾമർ ചെയ്യാമെന്ന് വിചാരിച്ചേക്കാണ്. ഓക്കെ, എങ്ങനെ ആവുമെന്നൊന്നും അറിയില്ല. ഓക്കെ, പാൾമർ ഒരു കണ്ടേ ടു പെഡ്രി ടു എംബാപ്പെ ടു പാൾമർ. ഓക്കെ, കിട്ടിയൊരു ത്രൂ വെച്ച് കൊടുക്കാമായിരുന്നു എംബാപ്പയ്ക്ക്. എൻ്റെ മോനെ ഭാഗ്യം അങ്ങോട്ട് സൈഡായിട്ട് പോയത്, അല്ലെങ്കിൽ ഇപ്പം ഗോൾ കയറിയേനെ. ഓക്കെ, ആരെങ്കിലും എടുക്കടാവേ. ഓക്കെ, ഗ്രീസ്മാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, പാൾമർക്ക് വെച്ച് നോക്കാം. പാൾമർ ടു ആർക്ക് കൊടുക്കും. ഓക്കെ, ഗ്രീസ്മാൻ. ഓക്കെ, അതെന്തായാലും പോകണ പന്താണ്. ഓക്കെ, പാൾമർ കിട്ടിയാണ്. ഓക്കെ, ഒഡുക്ക് വെച്ചാൽ ഗ്രീസ്മാൻ ടു പാൾമർ ടു എംബാപ്പെ. ഓക്കെ, എംബാപ്പേനെ ചടിച്ച് നോക്കാം. എൻ്റെ മോനെ നൈസ് പന്തായിരുന്നു. ടോണി എടുക്കുക. ഓക്കെ, ടോണി ടു കാണ്ടേ ചോമിനി എൻ്റെ മോനെ. ഒഡുക്ക് വയ്ക്കാം. ഒക്കെ നമുക്ക് പാൾമർ കറക്റ്റ് അടിച്ചാൽ പാൾമർ വെച്ച് അടിച്ചോക്കാം, ലോങ് അടിച്ചോക്കാം. എൻ്റെ മോനെ വിഷ്യൻ ഷോട്ടായിരുന്നു എൻ്റെ മോനെ, പൊളി. എന്തായാലും നമുക്കൊരു കോർണർ കിട്ടണം, കോർണർ എടുത്തോക്കാം. ഓക്കെ, ഒഡുവാണ്. ഓക്കെ, അയ്യോ പാൾമർ വെച്ച് എടുക്കാറുണ്ട്. ഓക്കെ, അതൊന്ന് പറഞ്ഞ്. ഓക്കെ, ഗ്രീസ്മാൻ എൻ്റെ മോനെ വിഷയമായിരുന്നു കേട്ടോ, നൈസ് ഹെഡറായിരുന്നു ഗ്രീസ്മാൻ്റെ. ഇപ്പോൾ 1-0 ആയതുകൊണ്ട്. ഓക്കെ, പാൾമർ വെച്ച് എടുക്കാൻ വിചാരിച്ചായിരുന്നു, മറന്നുപോയി. ഓക്കെ, അതായത് പാൾമർ വെച്ച് വീണ്ടും എടുക്കാം, കുഴപ്പമില്ല. ഓക്കെ, ബസ്റ്റോണി ടു പാൾമർ ടു കണ്ടേ. കിട്ടില്ല. ഓക്കെ, കണ്ടെടുത്തുണ്ട്. ഓക്കെ, പെഡ്രി എംബാപ്പെ, ആളെ കിട്ടിയില്ല. ഓക്കെ, വെക്കാം. സാക്ക, ഞാൻ സാക്കേനെ എടുക്കാൻ വിചാരിച്ചാണ്, പക്ഷേ സാക്കയുടെ കാർഡൊക്കെ എൻ്റെ ഇഷ്ടംപോലെ ഉണ്ട്. പാൾമറിൻ്റെ നല്ലൊരു കാർഡില്ല, അതുകൊണ്ടാണ് പാൾമർ എടുത്തത്. ഓക്കെ, ഗ്രീസ്മാൻ കിട്ടുമോ? പാൾമർ കൈ കാണിക്കുന്നുണ്ടാ. ഓക്കെ, ഒരു ത്രോ ആണ്. ഓക്കെ, നമ്മൾ ത്രോ ചെയ്യണമൊക്കെ എന്തായാലും ത്രൂ വെച്ച് നോക്കാം. ഓക്കെ, ഗ്രീസ്മാൻ ത്രൂ വെച്ച് നോക്കാം. ഗ്രീസ്മാൻ ഇല്ല, കയറിയില്ല. എന്തായാലും പാൾമർക്ക് ത്രൂ വെച്ച് നോക്കാം, അങ്ങനെ തന്നെ ത്രൂ വെച്ച് നോക്കാം. ഓക്കെ, പാൾമർ ക്രോസ് ഇട്ട് നോക്കാം. ആരും ഇല്ല അവിടെ, എൻ്റെ മോനെ തീറ്റ പാസ് ചെയ്യേ, ആരും ഉണ്ടായില്ല, കറക്റ്റ് പോയതുമില്ല, ഒന്നുമില്ല. ഓക്കെ, എന്താ മര്യാദക്കല്ലായിരുന്നു, അത് വേറെ കാര്യം. ഓക്കെ, കണ്ടേ ചോമിനി ഗ്രീസ്മാൻ പാൾമർ പാൾമറെ. ഓക്കെ, പാൾമർ ഓടി കൊടുത്ത് വേറെ ആൾക്കായി പോയി. ഓക്കെ, ഗ്രീസ്മാൻ പാൾമർ ഓടുന്നുണ്ട്, ഷോട്ട് എൻ്റെ ഗാഡികൾ കയറ പണിയില്ല അങ്ങനെ. ഓക്കെ, എങ്ങനെ ഒരു ഗോളാവാന്ന് വെച്ചാൽ അടിക്കാന്ന് വെച്ചപ്പോൾ ഗ്രീസ്മാൻ. ഓക്കെ, പാൾമർ ഓടുന്നുണ്ട്. ഇപ്രാവശ്യം നമുക്ക് ക്രോസ് വെച്ച് നോക്കാം. ഓക്കെ, എംബാപ്പെ എന്തായാലും ക്രോസ് മര്യാദക്ക് പോയി, ഹെഡ് ചെയ്തില്ല എന്നുള്ളൂ.
നമുക്ക് എന്തായാലും ഒരു കോർണർ ഇട്ട് നമുക്ക് എന്തായാലും പാൾമർ വെച്ച് എടുത്ത് നോക്കാം. ഓക്കെ, ഇപ്രാവശ്യം നമുക്ക് പാൾമർ വെച്ച് അടിച്ച് പൊളിക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, പാൾമർ എടുത്തുകൊണ്ട് ഓക്കെ പാൾമർ ഓടിക്കാൻ പറ്റുമോ അറിയില്ല. എന്തായാലും 6 ആഡ് ഇട്ടേക്കാം. ഓക്കെ, അവൻ എന്തായാലും മാൻ ഓഫ് അടിക്കാൻ പറ്റാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പാൾമർ ചോമിനി മോനെ അങ്ങനെ മാൻ ടു മാൻ ഇട്ട് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ആ കോർണർ ഓടിക്കും. ഓക്കെ, 6 ആഡ് ടൈം സിമ്പിളായിട്ട് ഓടിക്കും. അപ്പോൾ അങ്ങനെ ഇടരുതിട്ട് നിങ്ങൾ എൻ്റെ ഓപ്പോണൻ്റ് അങ്ങനെ ഇട്ടെന്ന് പറഞ്ഞ് നിങ്ങളങ്ങനെ ഇടരുത്. നൈസായിട്ട് നിങ്ങളുടെ ഓപ്പോണൻ്റ് നൈസായിട്ട് ഓടിക്കാൻ പറ്റും. അത് പാൾമർ നല്ല റൺ എടുക്കുന്നുണ്ട്. അതിൽ ഒഡു കഴിച്ച് നോക്കാം. പാൾമർ അടിക്കാൻ നല്ല ഓക്കെ ഒഡു അടിക്കുക. പെട്രി ഇല്ല, കിട്ടിയില്ല. ഓക്കെ, ബെക്കാം എന്തായാലും ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പാൾമർ കളിച്ചു എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങളെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, എങ്ങനെ കളിച്ചത്, നല്ലതാണോ അല്ലേന്നൊക്കെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് ഹാഫ് തുടങ്ങിയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഷോട്ട് എടുക്കാൻ നമ്മൾ 3 ഷോട്ട് 3 ഓൺ ടാർഗറ്റ്. ഓക്കെ, നമ്മൾ സെക്കൻഡ് ഹാഫ് തുടങ്ങിയിട്ടുണ്ട്. പിടിയാണോ. ഓക്കെ, ചേഞ്ചസ് ഒന്നും ആർക്കും വരുത്താനില്ല. ഓക്കെ, എംബാപ്പെ ടു കാണ്ടെ കോസ്ട്ര കട്ട്. ഓക്കെ, പെഡ്രി ടു എംബാപ്പെ. ഓക്കെ, പാൾമർ എടുത്തുകൊണ്ട് എംബാപ്പെ വെച്ച് അടിക്കാൻ അടിക്കൂ. എൻ്റെ മോനെ 2 അസിസ്റ്റ് പാൾമർ, 2 അസിസ്റ്റ് ഓരോ കോർണർ ഓർ ത്രൂ. ഓക്കെ, എന്തായാലും 2 അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് പാൾമർ. 10 എന്തായാലും മുതലായി എടുത്തത്. എന്തായാലും ഫസ്റ്റ് ഇംപ്രഷൻ എന്തായാലും മുതലായിട്ടുണ്ട്. കാരണം 2 അസിസ്റ്റ് പാൾമർ, 2 അസിസ്റ്റും പിന്നെ അത്യാവശ്യം നല്ലോണം എല്ലാ അറ്റാക്കിലും നല്ലോണം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും എടുത്തത് മുതലായി. അപ്പം നിങ്ങൾ ആരും എടുത്തില്ലെങ്കിൽ പാൾമർ ഒന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ അത്യാവശ്യം നല്ല പ്ലെയറാണ് പാൾമർ. ഓക്കെ, അവന്മാരടിക്കും. എൻ്റെ മോൻ പഠിച്ചാൽ ഗ്രീസ്മാൻ ടു പാൾമർ ടു എംബാപ്പെ ടു പെഡ്രി ടു എംബാപ്പെ കിട്ടിയില്ല. ഓക്കെ നമ്മുടെ കാണ്ട എംബാപ്പെ നല്ല റൺ എടുക്കുന്നുണ്ട്. ഓഫ് സൈഡായി പോയി, അല്ലെങ്കിൽ ഒരു കൈ നോക്കാമായിരുന്നു. ഓക്കെ, ഗ്രീസ്മാനായിരുന്നു. എന്തായാലും ഓഫ് സൈഡായി പോയി. വിഷ്വലാക്കി പിന്നെ പിടിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും വെക്കുമ്പോൾ ടു നമ്മളെടുക്കില്ല, നമ്മളെടുത്തില്ല. എൻ്റെ മോനെ ഇതേ പോണ്ട കാർലോസ് ഗോഡിക്കല്ലേ. ഓക്കെ, കാണ്ടെ ക്ലിയർ ചെയ്തുകൊണ്ട് പാൾമർ. പാൾമർ പെട്ടിയുണ്ടല്ലോ എംബാപ്പെ ആർക്കൊക്കെ പാൾമർക്ക് നോക്കാം. പാൾമർ കയറിയില്ല സ്കോൾസ്. ഓക്കെ, ഇങ്ങനെ പോയി അവന്മാരെ അടിക്കുമെന്ന് തോന്നുന്നുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് കാര്യം. ഓക്കെ, പാൾമർ ടു ഒഡു. ഓക്കെ, നൈസ് പാസ് പാൾമറിൻ്റെ. ഓക്കെ, ഒഡു എൻ്റെ മോൻ വെച്ച് മാറിപ്പോയി. ഓക്കെ, ഗ്രീസ്മാൻ നമ്മൾ 3 ഗോൾ ലീഡാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ കളിച്ചാലും വിഷയമൊന്നുമില്ല. അതേ പോണ്ട നമ്മൾ പറഞ്ഞു ആയിരോട്ടിട്ടില്ല. ഓക്കെ, കിട്ടിയിട്ടുണ്ട് ഭാഗ്യം. ഓക്കെ, ഗ്രീസ്മാൻ ടു പാൾമർ ടു ഏതാ എൻ്റെ സ്കില്ല്. ഓക്കെ, സ്കോൾസ് ടു അതവാൻ ഏതാ സ്കോസോവിയ. ഓക്കെ, അവിടെ ഒഡു എടുത്തിട്ടുണ്ട്. ഓക്കെ, ഒഡു. ഓക്കെ, പാൾമർ ടു ഗ്രീസ്മാൻ. ഓക്കെ, എംബാപ്പയ്ക്ക് ത്രൂ വെച്ചാലോ. ഓക്കെ, വേണ്ട. ഓക്കെ, പാൾമർ തന്നെ ഉണ്ട്. ഓക്കെ, പാൾമർ ടു ഒഡു. ഓക്കെ, പാൾമർ ഒരു ക്രിയേറ്റീവ് ഗോൾ മേക്കർ, പക്ക ക്രിയേറ്റീവ് ഗോൾ മേക്കർ. എങ്ങനെയാണ് കളിക്കുന്നത് അതുപോലെ തന്നെ കളിക്കുന്നുണ്ട്. ഒരു വിട്ടുവീഴ്ചയിലേക്ക് ഒഡു ക്രോസ് വെച്ച് നോക്കാം. എംബാപ്പെ അടിച്ചില്ല. ഓക്കെ ചൗമനി എടുത്തുണ്ട്. ചൗമനി ടു കാണ്ടെ ടു പെഡ്രി ടു പാൾമർ. അടിക്ക പുറത്തോട്ടായി പോയി. ഒരു ചാൻസ് കിട്ടിയതായിരുന്നു അടിക്കാൻ. അപ്പം പുറത്തോട്ടായി. പാൾമർ വെച്ച് ലോങ് ഷോട്ട് അടിക്കാൻ നോക്കിയതാണ്, പക്ഷെ കറക്റ്റ് സ്പേസ് കിട്ടുള്ള, അല്ലെങ്കിൽ അടിച്ച് പൊട്ടിക്കാറുണ്ട്. ഓക്കെ, എന്തായാലും 77 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ജയിക്കാമെന്ന് വിചാരിക്കണം. ഓക്കെ, ചൗമനി ടു ഓക്കെ ഗ്രീസ്മാൻ ടു ഒഡു ടു പാൾമർക്ക് ത്രൂ വെച്ച് നോക്കാം. ഓക്കെ, പാൾമർ കയറുമോ? ഇല്ല, കയറിയില്ല. ഓക്കെ, ബെക്കംബോർ ഇൻസാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, കോസ്ട്ര എംബാപ്പെ അതും കിട്ടിയില്ല. എന്തായാലും 83 മിനിറ്റ് ആയിട്ടോ. ഞാൻ ഗോൾ അടിക്കാൻ ഒരു ചാൻസും ഇല്ല. ഓക്കെ, ബെക്കം ടു ദേ പോണ്ട സാക്ക. സൂപ്പർ പറഞ്ഞ് വായിലോട്ടിട്ടില്ല. അമ്മരപ്പയും ഗോൾ അടിച്ചു. കാര്യങ്ങൾ കൈ വിട്ടു പോകുന്നുണ്ടോ എന്നൊരു സംശയം. 3-1 ആയിട്ടുണ്ട്. 87 മിനിറ്റ്. എന്തായാലും അമ്മ അടിക്കാൻ ചാൻസ് ഇല്ല. ഓക്കെ, അടിക്കാൻ ഞാൻ വിടുകയില്ല. ഓക്കെ, എന്തായാലും പാൾമർ ലോങ് അടിച്ചു നോക്കാം. ചാൻസ് അടിക്കാറുണ്ട്. സ്കോൾസ് ടു എൻ്റെ മോനെ എമ്മാരുടെ ഡിഫൻസ് പൊട്ടറാൻ. ഇൻസാക്കി സെക്കൻഡ് ഹാഫ്. എൻ്റെ മോനെ 3-2 ആയിട്ടോ. ഞാൻ അവന്മാരെ വിട്ടുകൂടാ. പിടിച്ചോ ഞാൻ ഫുൾ സബ് ഇറക്കാൻ പോണ്. 2 മിനിറ്റ് കൂടി ഉള്ളൂ. കാരണം
കാര്യം ഡിവിഷൻ 2 ആണ്. ജയിച്ചില്ലെങ്കിൽ ഡിവിഷൻ 3 നിനക്ക് സബ് ഇറക്കാൻ ബാക്ക് മൊത്തത്തിൽ മാറ്റി കഴിഞ്ഞാൽ സബിൻ്റെ കാര്യം മറന്നേ പോയി. പാൾമറിൻ്റെ കേസ് വന്നപ്പോൾ സബിൻ്റെ കാര്യം മറന്നേ പോയി. ഓക്കെ, പാൾമർ എന്തായാലും ചത്തിട്ടില്ല, ബാക്കി എല്ലാവരും ചത്തു. കുറച്ചേരൊക്കെ കോസ്റ്റാകട്ടെ ഇപ്പോഴും സ്റ്റിൽ അലൈവാണ്. എന്തായാലും എംബാപ്പനെ ഗ്രീസ്മാനെ ഒക്കെ മാറ്റിയേക്കാം, ഒക്കെ നമുക്ക് മറച്ച് വെച്ചേക്കാം. ഓക്കെ, എന്തായാലും ഫുൾ സബ് ഇറക്കിയാണ്. കാരണം ഇനി അവന്മാർ ഒരു ഗോൾ നമ്മൾ 3-3 ഡ്രോ ആയാലും കുറച്ച് പോയിൻ്റ് നമ്മൾ കൂടുകയുള്ളൂ, ചിലപ്പോൾ പോയിൻ്റ് കുറഞ്ഞൊന്നും വരാം. കാരണം ഫുൾ സബ് ഇറക്കിയാണ്ട് ഇനി അവന്മാർക്ക് ഓടിക്കാൻ വിട്ടുകൂടാ. 2 മിനിറ്റ് കൂടെ ഉള്ളൂ കാര്യം. ഞാൻ സബിൻ്റെ കാര്യം മറന്നുപോയി. ഇപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ ചെയ്യാൻ കാരണം സബിൻ്റെ കാര്യം മറന്നുപോയി. ഓക്കെ, നമ്മളെന്തായാലും സബ്ബൊക്കെ ഇറക്കി വന്നിട്ടുണ്ട്. എന്നാൽ 2 മിനിറ്റും കൂടി ഉള്ള കാര്യം. ഓക്കെ, ചുമനി 2 നെയ്മർ 2 പാൾമർ അല്ല നക്കാട്ട ഞാൻ പാൾമർ CF ആയിട്ട് ഇട്ടോ. CF ഇട്ട എന്തായാലും മാച്ച് കഴിഞ്ഞുണ്ട് 3-2. നമ്മളെന്തായാലും മാൻ ഓഫ് ദ മാച്ച് കയറാൻ നോക്കിയേക്കാം. എന്തായാലും പാൾമർ എന്തായാലും കുഴപ്പമില്ലാത്തൊരു പൊസിഷനിലുണ്ടാവും. മാൻ ഓഫ് ദ മാച്ച് ഓക്കെ അവന്മാരെ ഇൻസാക്കി ടോപ്പിൽ എടുക്കണം. നമ്മുടെ ചൗമനി പാൾമർ 7.5 ഉണ്ട് കേട്ടോ. അതിൽ ഏകദേശം ചൗമനിയൊക്കെ അടുത്തുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഫസ്റ്റ് ഇംപ്രഷനായിട്ട് പറയാനുള്ളത്. എനിക്ക് ഈ പാൾമറെ പറ്റി പറയണമെന്ന് വെച്ചാൽ കുഴപ്പമില്ല. ഓക്കെ, നല്ലോണം ഒരു SS ഇട്ടാണെങ്കിൽ ഞങ്ങൾക്ക് അത്യാവശ്യം നമുക്ക് സംഭവം കിട്ടും. AMF ഇട്ടിട്ട് എനിക്കൊരു കുമ്പ് തോന്നിയില്ലാത്തതാണ് SS ഇട്ട് കളിപ്പിച്ചത്. അപ്പോൾ അത്യാവശ്യം നല്ലോണം കളിക്കുന്നുണ്ട് SS ഇട്ട്. ഓക്കെ, നിങ്ങളൊരു ക്രിയേറ്റീവ് പ്ലെയർമാരെ തപ്പി നടക്കുകയാണെങ്കിൽ പാൾമർ അത്യാവശ്യം നല്ലൊരു ചോയ്സാണ്. ഓക്കെ, അപ്പോൾ ആരെങ്കിലും എടുക്കാത്തവരാണെങ്കിൽ എടുക്കാൻ ഞാൻ പറയുള്ളൂ. അപ്പോൾ നിങ്ങൾ ആരും എടുത്തതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു സന്തോഷം. ഓക്കെ, എന്തായാലും കമൻറ്റ് ചെയ്യുക. ഓക്കെ.